നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം ബിജെപിയുടെ ഓരോ തന്ത്രങ്ങൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ പലപ്പോഴും അതിശയിപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ജനസമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ബിജെപിയുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾ കടമെടുത്തിട്ടുമുണ്ട്. എന്നാൽ പാർട്ടി പ്രശ്നവും അതുപോലെ തന്നെ ജൻസിയുമായുള്ള ഇടപെടലുകളിൽ ബിജെപിക്ക് എവിടെയോ എന്തോ ഒരു കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് ജൻസികൾ ഇത്രയധികം പ്രക്ഷുബ്ധരാകാനും അത്തരത്തിലൊരു പ്രക്ഷോഭം രാജ്യത്തുണ്ടാകാനും ഒക്കെ ഇടയായ സാഹചര്യം. എന്നാൽ ജൻസിയെ കയ്യിലെടുക്കാൻ ഇനി ബിജെപിക്ക് ദീപക് മസ്കയുണ്ട്. പാർട്ടിയുടെ IT ആൻഡ് സോഷ്യൽ മീഡിയ സെല്ലിൽ 15 വർഷക്കാലത്തെ പ്രവൃത്തി പരിചയമുള്ള വ്യക്തിയാണ് ദീപക്. ബിജെപി മികച്ച വിജയം നേടിയ ബീഹാർ, ഛത്തീസ്ഗഡ്, പശ്ചിമ ബംഗാൾ തിരഞ്ഞെടുപ്പുകളിൽ സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രചാരണങ്ങളിൽ ചുക്കാൻ പിടിച്ചതും അദ്ദേഹമാണ്. 11 വർഷമായി പാർട്ടിയുടെ സോഷ്യൽ മീഡിയ തന്ത്രങ്ങൾക്ക് ചുക്കാൻ പിടിച്ച അമിത് മാളവിയെ കഴിഞ്ഞ ദിവസമാണ് സോഷ്യൽ മീഡിയ കൺവീനർ സ്ഥാനത്ത് നിന്ന് ബിജെപി മാറ്റിയത്. പകരം 58 വയസ്സുകാരനായ ദീപക് മസ്കയാണ് നിയമിച്ചിരിക്കുന്നത്. പ്രീതി ഗാന്ധി, ശിവാനന്ദ് ദ്വിവേദി, അലോക് ഭട്ട്, അരുൺ യാദവ് എന്നിവരാണ് സഹ കൺവീനർമാർ. എന്തായാലും ബിജെപിക്ക് ഇനി ഒരു പുതിയ ഉണർവ് ലഭിക്കും ജൻസിയുടെ ഇടയിൽ എന്ന് തന്നെയാണ് ഇപ്പോൾ വരുന്ന വിശകലനങ്ങൾ. കഴിഞ്ഞ കുറേ വർഷങ്ങൾ നിരീക്ഷിക്കുകയാണ് എങ്കിൽ പാർട്ടിയുടെ സോഷ്യൽ മീഡിയ തന്ത്രങ്ങൾക്കുള്ള എല്ലാ കൺട്രോളും അമിത് മാളവിയുടെ കയ്യിലായിരുന്നു. എന്നാൽ അമിത് മാളവിയെ ഇപ്പോൾ മാറ്റി പകരം ദീപക് മസ്കയെ തൽസ്ഥാനത്ത് നിയമിച്ചതിനു പിന്നിൽ ബിജെപിക്ക് കൃത്യമായ ലക്ഷ്യങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. കഴിഞ്ഞ കുറച്ചു നാളുകളായി ബിജെപിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന പ്രചാരണങ്ങൾ വലിയ രീതിയിലാണ് ബിജെപിക്ക് കോട്ടം നൽകിയത്. നീറ്റ് UGC പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് എതിരായ CJPയുടെ നേതൃത്വത്തിൽ രാജ്യത്തുടനീളം നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ ബിജെപിക്ക് സമ്മാനിച്ചത് വലിയ ഒരു പ്രഹരമാണ്. ബിജെപി ഒരുപാട് ട്രൈ ചെയ്തിട്ടും സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രചാരണങ്ങളെ പ്രതിരോധിക്കാൻ സാധിച്ചിരുന്നില്ല എന്നതാണ് സത്യം. ഇത് സോഷ്യൽ മീഡിയ കൺവീനറായിരുന്ന അമിത് മാളവിയുടെ പരാജയമാണ് എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളും പാർട്ടിക്കുള്ളിൽ ഉയർന്നിരുന്നു. പാർട്ടിയിലെ പല മുതിർന്ന നേതാക്കളും പരസ്യമായി അമിത് മാളവിയോട് അതൃപ്തി പ്രകടിപ്പിച്ച് രംഗത്തെത്തി. പ്രതിഷേധങ്ങളിൽ ബിജെപി പ്രതിരോധിക്കുന്നതിന് പകരം അവിടെ യുവാക്കളെ മോശക്കാരാക്കാനാണ് മാളവിയെ ശ്രമിച്ചത് എന്ന വിമർശനങ്ങളും ഉയർന്നു. ഈ സാഹചര്യത്തിലൊക്കെയാണ് ഇപ്പോൾ പാർട്ടി മാറി ചിന്തിക്കാൻ തുടങ്ങിയത്. അമിത് മാളവിയെ മാറ്റി അവിടെ ദീപക് മസ്കയെ നിയമിച്ചത്. ജൻസിയെ കയ്യിലെടുക്കാൻ ദീപക് മസ്കയ്ക്ക് സാധിക്കും എന്ന് തന്നെയാണ് BJP നേതൃത്വത്തിന്റെ പ്രതീക്ഷ. ഇനി ആരാണ് ദീപക് മസ്കെ എന്ന് ആലോചിക്കുകയാണ് എങ്കിൽ അധികം ആരും കേട്ടിട്ടില്ലാത്ത ഒരു പേരാണ്. എന്നാൽ BJPയുടെ ഡിജിറ്റൽ കോട്ടകളിൽ വലിയ പ്രാധാന്യമുണ്ട്, പരിചയ സമ്പത്തുണ്ട്. 1968 ഛത്തീസ്ഗഡിലെ റായ്പൂരിലാണ് അദ്ദേഹം ജനിച്ചത്. രസതന്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം, സിമന്റ് ടെക്നോളജിയിൽ ഡിപ്ലോമ, കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് കോഴ്സും അദ്ദേഹം പൂർത്തിയാക്കിയിട്ടുണ്ട്. രസതന്ത്രം അധ്യാപകനായാണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. ഒരു അധ്യാപകനായതിനു ശേഷം പിന്നീട് കാർഷിക മേഖലയിലേക്ക് തിരിഞ്ഞ അദ്ദേഹത്തിന് ജൈവ കൃഷിയിലും വർഷങ്ങളുടെ പരിചയ സമ്പത്തുണ്ട്. ഡാറ്റാ ശേഖരണത്തിലും വിശകലനത്തിലും പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പുമായും സർക്കാർ പദ്ധതികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും മസ്കയ്ക്ക് പ്രത്യേക താല്പര്യമുണ്ട് എന്നാണ് റിപ്പോർട്ട്. 2009 മസ്കയുടെ BJP പ്രവേശനം നടന്നത്. ഛത്തീസ്ഗഡ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ ക്യാബിനറ്റ് പദവി വഹിച്ചിട്ടുള്ള വ്യക്തിയാണ് ദീപക് മസ്കെ. നേരത്തെ സംസ്ഥാന BJPയുടെ വക്താവായും ദീപക് മസ്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ ബോർഡ് ഓഫ് എഞ്ചിനീയേഴ്സ് ഇന്ത്യ ലിമിറ്റഡിൽ സ്വതന്ത്ര ചുമതലയുള്ള ഡയറക്ടറായും പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ വർഷങ്ങളായി പാർട്ടിയിൽ സജീവമായിരുന്നിട്ടും അദ്ദേഹം ഇതുവരെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പേര് ആരും അധികം കേട്ടിട്ടില്ല. ഒരുപാട് വെല്ലുവിളികൾ അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ട്. അമിത് മാളവിക്ക് പകരക്കാരനായ BJPയുടെ സോഷ്യൽ മീഡിയ കൺവീനറായി ചുമതല ഏൽക്കുമ്പോൾ ദീപക് മസ്കയെ കാത്തിരിക്കുന്നത് വലിയ വലിയ വെല്ലുവിളികളാണ്. ഏറ്റവും പ്രധാന വെല്ലുവിളി ജൻസിയെ കയ്യിലെടുക്കുക എന്നത് തന്നെയാണ്. ജൻസിയെ BJPയുമായി അടുപ്പിക്കുക എന്നത് തന്നെയാണ്. നിയമന പ്രഖ്യാപനത്തിന് പിന്നാലെ യുവാക്കളുമായി എങ്ങനെ ഇടപഴകും എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹം നൽകിയിരിക്കുന്ന മറുപടി റീൽസ് എന്ന് തന്നെയാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ ആ ഒരു ട്രാക്ക് വളരെ കറക്റ്റ് ആയിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പുതുതലമുറ സോഷ്യൽ മീഡിയ സജീവമാണ് എന്ന ഒരു ട്രാക്കിലൂടെ അവരിലേക്ക് എത്തുക എന്നത് തന്നെയാണ് പാർട്ടിയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അത് എത്രത്തോളം മസ്കയ്ക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കും എന്നത് ഇപ്പോഴും വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. കാരണം നീറ്റ് UG പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥി പ്രതിഷേധങ്ങളും അവരെ അടിച്ചമർത്താൻ ശ്രമിച്ച ആഭ്യന്തര വകുപ്പിന്റെ നടപടികൾക്ക് എതിരെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധങ്ങൾ ശക്തമാണ്. എന്തായാലും ജൻസിയെ കയ്യിലെടുക്കാൻ, ഈ സാഹചര്യങ്ങളെ മറികടക്കാൻ
അദ്ദേഹത്തിന് സാധിക്കട്ടെ. ഒരു രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്ന സമയത്ത് അവിടെ ഏറ്റവും കൂടുതൽ ഇടപഴകേണ്ടത് ജൻസിയുമായിട്ട് തന്നെയാണ്. അവരുടെ ആശയങ്ങളെ കേൾക്കേണ്ടതായിട്ടാണ് ഉള്ളത്. അപ്പൊ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ജൻസിയെ കയ്യിലെടുക്കാനും ജൻസി BJPയുടെ വാക്കുകൾ കേൾക്കാനും സന്നദ്ധരാകണം എന്നുണ്ടെങ്കിൽ അവർക്കിടയിൽ പാലമായി പ്രവർത്തിക്കാൻ വളരെ ആക്റ്റീവായിട്ടുള്ള, അവരെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി ഉണ്ടാകണം എന്നത് സംശയമില്ലാത്ത കാര്യമാണ്. എന്തായാലും അത് ദീപക് മസ്കയ്ക്ക് സാധിക്കും എന്ന് തന്നെയാണ് പാർട്ടിയുടെ വലിയ പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.